ഹായ്, ഞാൻ ഗാഥ. എല്ലാവർക്കും ഗാഥാസ് ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സിമെൻറ്റ് ക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിൽ സിമൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗളും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗ്ലൗസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേ ബൗളിലേക്ക് കുറച്ച് സിമൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് വാട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി സിമൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ വെള്ളം കൂടിയെന്ന് വെച്ചാൽ സിമൻ്റ് ആഡ് ചെയ്യാം. അല്ലാതെ ഭയങ്കര ഹാർഡായെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം. നല്ലോണം മിക്സ് ചെയ്തിട്ട്, നല്ലോണം വെള്ളം കൂടാനും പാടില്ല, എന്നാൽ ഹാർഡാവാനും പാടില്ല. പിന്നെ ഞാൻ ഒരു ബോട്ടിലിൻ്റെ പകുതി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഗ്ലൗസ് ഇതുപോലെ ഒന്ന് ഇടണം. നമ്മുടെ 5 വിരലും അതിൻ്റെ കുപ്പിക്കകത്ത് എന്നിട്ട് ചുറ്റും ഇതുപോലെ ചെയ്യണം. ഇടാൻ സുഖത്തിനാണ്. ഇനി നമുക്കിതൊന്ന് ഈ ഗ്ലൗസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഹാർഡാവും, അപ്പോൾ കുറച്ച് സ്പീഡിൽ തന്നെ ചെയ്യാൻ നല്ലത്. ഇതങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഫില്ലാവുമ്പോൾ നമ്മുടെ ബോട്ടിലിൽ നിന്ന് നമ്മുടെ ഗ്ലൗസ് ഊരിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് വിരലിൻ്റെ ഉള്ളൊന്നും ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അറ്റത്തൊന്ന് ഒരു കെട്ടിടാം. അറ്റത്തൊക്കെ വാട്ടർ ബബിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അവിടേക്കൊക്കെ ഒന്ന് സിമൻറ്റ് പ്രസ് ചെയ്ത് നീക്കി കൊടുക്കുക. പരമാവധി നമ്മൾ ബബിൾസ് ഇല്ലാതെ നോക്കണം. നമുക്ക് അറ്റത്തൊരു കെട്ടിടാം. ഞാൻ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടെണ്ണം ഞാനതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബൗളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കൈ രണ്ടും കൂടി ഇതുപോലെ പിടിക്കുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ടാവും. ആ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബൗൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ തമ്പ് 2 സൈഡിലേക്കും വരാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോവും. തെറ്റരുത്. പിന്നെ ഞാൻ നടുവിൽ എന്താ വയ്ക്കുകയെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എനിക്കൊരു സാധനം കിട്ടി. ഞാൻ ആദ്യം തന്നെ കയ്യിലേക്ക് ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ബബ്ലൂസ് നാരങ്ങയാണ് ഞാൻ വയ്ക്കുന്നത്. ഞാൻ ആ മരത്തിൻ്റെ ചോട്ടിലായിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വയ്ക്കാമെന്ന് വെച്ചു. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ 24 hours ഞാൻ വെച്ചിട്ടുള്ളത്. നല്ലപോലെ ഹാർഡായിട്ടുണ്ട്.
ദേ ഇവിടെയൊക്കെ ഇതുപോലെ ഉണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാം, അതൊന്നും ഒരു വിഷയമല്ല. ഇനി നമുക്കിതൊന്ന് എടുക്കണം. ഈ ബൗളിൽ നിന്ന് ഞാനൊരു നൈഫ് വെച്ചിട്ടാണ് എടുക്കുന്നത്. നൈഫ് വെച്ചിട്ട് ഒന്ന് ആ ബൗളിൻ്റെ അവിടെ നിന്ന് സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങോട്ട് പോരും. അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് എടുക്കണം പുറത്തേക്ക്. ഇതേ കണ്ടോ, നല്ല ഹാർഡായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി നമുക്കൊന്ന് ഗ്ലൗസ് റിമൂവ് ചെയ്യണം. അപ്പോൾ അതേ ഗ്ലൗസ് ഒന്ന് വെട്ടണം, എന്നിട്ട് നമുക്ക് ചെയ്യണം. ഇതേ കണ്ടോ, ഇതുപോലെ കിട്ടും ഗ്ലൗസ്. ഈ നമ്മുടെ ഇത് കൈ നമുക്ക് ഗാർഡനിലൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്ലാന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഇത് എവിടെയൊക്കെ ഹോൾസ് കാണുന്നുണ്ട്, അത് നമ്മുടെ എയർ ബബിൾസും അതൊക്കെ കാരണമാണ്. അതൊന്നും സാരമില്ല, അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അതൊക്കെ എടുത്തപ്പോൾ അതേ കണ്ടോ, 3 വിരൽ എൻ്റെ പൊട്ടിപ്പോയി. മറ്റേത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നതാണ്. എൻ്റെ 3 വിരൽ പൊട്ടി, റൈറ്റ് ഹാൻഡിൻ്റെ. ഇതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. മറ്റേത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. സാധാരണ എല്ലാ വീഡിയോസിലും ഞാൻ സിമെൻറ്റ് വെച്ച് ഒട്ടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഗ്ലൂ ഗൺ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, അത് അടിപൊളിയായിട്ട് തന്നെ ഒട്ടി വന്നു. അപ്പോൾ സിമെൻറ്റ് ഞാൻ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തീരെ ഫിനിഷിങ് ഇല്ലാണ്ടാണ് വന്നത്. സിമെൻ്റ് ആവുമ്പോൾ നമ്മൾ ഏത് വിരലാണ് എവിടെയാണ് വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. നമുക്ക് ഗ്ലൂ ഗൺ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഫ്ലെക്സ് ക്വിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. നല്ല ഹോട്ട് ഗ്ലൂ ആവണം. എനിക്ക് സിമെൻറ്റ് ഒട്ടുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിൽക്കുക. എങ്ങാനും അത് സിമെൻറ്റിന് കുറച്ച് കനമുണ്ടല്ലോ, അതെങ്ങാനും പോരുകയാണെങ്കിൽ ഒന്ന് പിടിച്ച് നിൽക്കുക. പിന്നെ ഞാൻ തമ്പാണ് ഒട്ടിക്കുന്നത്. ഇത് നന്നായി ഒട്ടുന്നുണ്ട്. നേരത്തെ ഒട്ടിച്ച ഫിംഗേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ലാതെ തന്നെ ഒട്ടിയിരിക്കുന്നുണ്ട്. നമ്മൾ ഗ്ലൗസ് റിമൂവ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യുക. വിരൽ പൊട്ടിയാലും ഇപ്പോൾ കുഴപ്പമില്ല. ഇതേ ഇവിടെ ഹോൾസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് അടച്ചെടുക്കണം. ദേ ഞാൻ ആദ്യം സിമെൻറ്റ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് സിമെൻറ്റൊക്കെ എടുത്ത് മിക്സ് ചെയ്യാനൊക്കെ മടിയായതുകൊണ്ട് ഞാൻ നമ്മുടെ ക്ലേ വെച്ചിട്ടാണ് അടച്ചിരിക്കുന്നത്. ഫെവിക്രിലിൻ്റെ മുകളിലിട്ട് എയർ ഡ്രൈ ക്ലേ, അത് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോസിലൊക്കെ. അത് വെച്ചിട്ടാണ് ഞാൻ അടച്ചിരിക്കുന്നത്. സിമെൻറ്റ് വെച്ച് ഒട്ടിക്കാം. ഇനി നമ്മുടെ 2 ഹാൻഡ്സും തമ്മിൽ ഒട്ടിക്കണം. അതും ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫിംഗേഴ്സ് ഒട്ടിച്ചപ്പോൾ സക്സസ് ആയല്ലോ, അപ്പോൾ ഞാൻ ഇതും അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. നല്ല ഹോട്ട് ഗ്ലൂ ആവണം. സിമെൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒട്ടാൻ കുറച്ച് പാടുണ്ടാവും, അതുകൊണ്ട് നല്ല ഹോട്ട് ഗ്ലൂ ആവണം. ഇതേതുപോലെ ഒട്ടിച്ചെടുക്കാം. പിന്നെ സെൻറ്ററിൽ ഒരു കൈയിൻ്റെ അവിടേക്ക് ചെറിയ കുഞ്ഞു ഹോൾസ് ഉണ്ട്, അതൊന്നും ഞാൻ ക്ലേ വെച്ചിട്ട് അടച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് പൊക്കോളും. അതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ശരിയാക്കാവുന്നതാണ്. അപ്പോൾ വലിയ ഹോൾസൊക്കെ ഒന്ന്
അടച്ചെടുത്താൽ മതി. പിന്നെ നടുവിൽ എന്തെങ്കിലും ഈർക്കിൽ വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഗ്ലൂ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഈർക്കിൽ വെച്ചൊന്ന് ഇങ്ങനെ ആക്കണം. ശരിക്കും ഹാൻഡ് പോലെ തന്നെ ഉണ്ട്. ഇനി ഞാനിതിന് വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് ഞാൻ കൊടുക്കുന്നത്. വൈറ്റ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഞാൻ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്, വൈറ്റ് ആണ്. ഞാൻ വൈറ്റ് 2 കോട്ട് കൊടുത്തു. ബാക്കിലും പിന്നിലും അവിടെ ഫുള്ളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഇടയിലും അവിടെയൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കൊടുത്തെടുക്കാം. പിന്നെ കണ്ടോ, ആ ഹോൾസ് ഒന്നും ഇപ്പം കാണാനേ ഇല്ല. അതൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ തന്നെ പൊക്കോളും. അത് 2 കോട്ട് അടിച്ചുല്ലോ, അപ്പോൾ തീരെ ഉണ്ടാവില്ല. 2 കോട്ട് അടിക്കണമെന്നില്ല, നല്ല ഫിനിഷിങ് ഉണ്ട്. പിന്നെ ഞാൻ തെച്ചിപ്പൂവാണ് വെച്ചത് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ചരാതും കത്തിച്ച് വെച്ചു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ഇഷ്ടമായി. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മളെ ഈ ഹാൻഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഗ്ലോബ് പോലെ വെക്കാമെന്ന് വെച്ചു. അത് ഓപ്ഷണലാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ അതിന് വേണ്ടി ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് സിമെൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സിമെൻ്റ് എടുക്കരുത്, വൈറ്റ് സിമെൻ്റ് എടുക്കണം. ഞാനൊരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ എല്ലാ കടയിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതേ വൈറ്റ് സിമെൻറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. എൻ്റെ കുറച്ച് വെള്ളം കൂടിപ്പോയി, അപ്പം ഞാൻ കുറച്ച് വെള്ളം കപ്പിലേക്ക് തന്നെ ഒഴിച്ചു. കട്ടകളൊന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കണം. സിമെൻറ്റ് എത്ര വേഗം ഹാർഡായിരുന്നില്ല, ഇത് വേഗം ഹാർഡാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കപ്പിൻ്റെ മേലെയാണ് നമ്മുടെ ബലൂൺ വയ്ക്കുന്നത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് വൈറ്റ് സിമെൻറ്റിൻ്റെ ആ ഒരു മിക്സ് ആക്കിയിട്ട് കൈ കൊണ്ടൊന്ന് ആക്കാം. പിന്നെ സ്പൂൺ കൊണ്ട് തന്നെ വെറുതെ ഒന്ന് ഒഴിച്ചാൽ മതി. അത്ര ഫിനിഷിങ് ഒന്നും വരുന്നില്ല, എന്നാലും ഒരുവിധം കുഴപ്പമില്ലാണ്ട് തന്നെ വരുന്നുണ്ട്. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇത് ഡ്രൈ ആയതിനു ശേഷം ബലൂൺ ഒന്ന് കുത്തി പൊട്ടിക്കണം. അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, മറന്നുപോയി. പിന്നെ ഞാൻ അത് ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് ഒരു കോട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ഗോൾഡൻ മെറ്റാലിക് കളേഴ്സ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്തത്. അടിയിലിരിക്കുന്ന ആ കൈ വേറെയാണ്, ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.